ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ടേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഈ ലൈവ്ലി വ്ളോഗ് ഒരു റോസ് ഫ്ലവർ ലൈവ്ലി ആയി നമുക്ക് 1 വീക്ക് വരെ എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം. ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അത് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് 1 വീക്ക് വരെ നമുക്ക് ഫ്രഷ് ആയി ഫ്ലവേഴ്സ് കാത്ത് സൂക്ഷിക്കാം. അപ്പോൾ ഫെബ്രുവരി അല്ലേ, എല്ലാവർക്കും വാലൻറ്റൈൻസ് ഡേ ഒക്കെ അടുത്ത് വരാണ്. അവരവരെ വാലൻറ്റൈൻ ഫ്ലവേഴ്സ് ഒക്കെ തരുന്നൊരു മാസമാണ്. അപ്പോൾ അത് നമുക്ക് ഒരാഴ്ചയെങ്കിലും പ്രിസർവ് ചെയ്ത് വെക്കണ്ടേ. എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോൾട്ട് എടുത്തിട്ടുണ്ട്. കൂടാണ്ട് 1 ടീസ്പൂൺ പഞ്ചസാര എടുത്തു. പിന്നെ ഒരു പിഞ്ച് ഓഫ് ബേക്കിംഗ് സോഡ, അതായത് ബൈകാർബണേറ്റഡ് സോഡ കൂടി ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നല്ല വെസൽ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല ഫ്രഷ് വാട്ടറാണ് അതിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഈ വെള്ളത്തിലോട്ടേക്കാണ് നമ്മൾ ഈ കാണിച്ച് തന്നിട്ടുള്ള നമ്മുടെ സോൾട്ടും ഷുഗറും ബൈകാർബണേറ്റും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. അപ്പം ഇതും കൂടി ആഡ് ചെയ്ത് നന്നായി നമ്മൾക്ക് മിക്സ് ചെയ്യണം അല്ലേ. അപ്പം ഇത് മിക്സിങ്ങിലാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പം മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ലൈനും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മിക്സായി വരുന്നു. അപ്പം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് ഫ്ലാസ് എടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റെമ്മ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം പകുതി കട്ട് ചെയ്ത് അതിൻ്റെ ഫ്രഷ് ആ ഉള്ളിലത്തെ ഫ്രഷ്നെസ് കിട്ടുന്ന ഭാഗം വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കൂടാണ്ട് ഈ സ്റ്റെമ്മ് മൊത്തത്തിൽ വെള്ളത്തിൽ ഡിപ്പായി നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ദിവസം വരെ നമ്മൾക്ക് ഫ്ലവേഴ്സ് കേടാവാണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനതൊക്കെ കട്ട് ചെയ്ത് എല്ലാ ഫ്ലവേഴ്സും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്ലവേഴ്സ് എന്താണെന്നുണ്ട് എന്നുള്ളത് ഡേ 1 മുതൽ ഡേ 7 വരെയുള്ള ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ മറക്കണ്ട. കൂടാണ്ട് എൻ്റെ ഈ ഐഡിയ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഹാപ്പിനെസ് പ്രൊജക്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൂല എന്നുള്ള വിശ്വാസമുണ്ട്. നിങ്ങൾ ഫോട്ടോ കണ്ടു നോക്കൂ. ഡേ 1 ഉണ്ടായ ഫോട്ടോ, ഡേ 2 നമ്മുടെ ഫ്ലവേഴ്സ് എങ്ങനെയുണ്ട് എന്നൊന്നും കൂടി നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഡേ 3 ഡേ 4 എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ. മാറ്റങ്ങൾ വരുന്നുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരേ മോഡിൽ തന്നെ എടുത്ത ഫോട്ടോസാണ് ഇത്. അപ്പം ഡേ 6 ആകുമ്പം ഏകദേശം വാടി തുടങ്ങി. ഡേ 7 നല്ലപോലെ വാടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് എൻ്റെ വീഡിയോസ് ഉണ്ടായത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റ് നല്ലൊരു വ്ളോഗിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ നഷ്വാന സൈനിങ് ഓഫ്. ബൈ.